നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30 വ്യാഴാഴ്ചയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 തീയതി ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഇന്ത്യ എന്നത് ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അതിലെ വളർച്ചാ മാന്ദ്യവും ദുർബലമായ ആഭ്യന്തര ഡിമാൻഡും രൂപയുടെ മൂല്യ തകർച്ചയും വർദ്ധിച്ചു വരുന്ന ആഗോള അനിശ്ചിതത്വങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ബഡ്ജറ്റ് നടക്കാനിരിക്കുന്നത്. ഏതായാലും നല്ല വോളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള ഒരാഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി ആദ്യം നമുക്ക് US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US ഓഹരികൾ ബുധനാഴ്ച താഴ്ന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്നടങ്കം ഉറ്റുനോക്കിയിരുന്ന ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഇന്നലെ പൂർത്തിയായി. പ്രതീക്ഷിച്ചതുപോലെ പലിശ നിരക്ക് സ്ഥിരമായി നിലനിർത്തുകയും നിക്ഷേപകർക്ക് ആശ്വാസകരമായ അഭിപ്രായങ്ങൾ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇന്നലെ ഡൗ ജോൺസ് 0.3% ഇടിഞ്ഞു. S&P 500 0.5%വും നാസ്ഡാക്ക് 0.5% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. S&P 500നെ ഡ്രാഗ് ചെയ്തത് ടെക് സെക്ടർ ആയിരുന്നു. Nvidia 4.1% ഇടിവ് വീണ്ടും ഉണ്ടാക്കി. മൈക്രോസോഫ്റ്റ് 1.1% ഇടിഞ്ഞു. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലേക്ക് വന്നാൽ ടെക് സൈഡ് സേഫ് ആയിരുന്നു. വിപ്രോ 0.82% ഉയർന്നു. ഇൻഫോസിസ് 0.77% നേട്ടവും ഉണ്ടാക്കി. എന്നാൽ ബാങ്കിങ് സൈഡാണ് ഇന്നലെ ഇടിഞ്ഞത്. HDFC ബാങ്ക് 1.28% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.73% ഇടിവുമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 0.73% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ടെക് സെക്ടർ 2% ഉയർന്നു. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ 2%-അടുത്ത് ഉയർന്ന് $1,03,500 മുകളിലായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസുകളിൽ 0.4% ഇടിവ് കണ്ടെങ്കിലും കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 60,760 രൂപയായി ഉയരുകയാണ് ഉണ്ടായത്. ക്രൂഡ് ഓയിലിലേക്ക് വന്നാൽ ഇന്നലെ ഇൻവെന്ററി ഡാറ്റയ്ക്ക് ശേഷം സ്റ്റോക്ക് പൈലുകളിൽ ഒരു വർധനവ് വന്നതോടെ ഓയിൽ പ്രൈസുകൾ വീണ്ടും ഇടിഞ്ഞു. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് Q3 റിസൾട്ടുകളും ബഡ്ജറ്റും തന്നെയാണ്. Q3 റിസൾട്ടുകളിൽ ഇന്നലെ ടാറ്റ മോട്ടോഴ്സിന്റെയും മാരുതി സുസുക്കിയുടെയും റിസൾട്ടുകൾ പുറത്തു വന്നു. എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്ന റിസൾട്ട് തന്നെയായിരുന്നു പുറത്തു വന്നത്. ഇതിനോട് മാർക്കറ്റ് എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് കൊടുക്കാറുള്ളത്. മാർക്കറ്റ് വലിയ ഫോളിൽ നിന്നും ഒരു റിക്കവറി നടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ നല്ല നല്ല സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ലിങ്ക് നമ്മൾ ഇവിടെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, ഇപ്പോൾ റിസൾട്ട് സീസൺ തന്നെ ആയതുകൊണ്ട് വലിയ 2 കമ്പനികളുടെ റിസൾട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. ആ റിസൾട്ടുകളിലേക്ക് തന്നെയാണ് ആദ്യം. 4 വീലർ സെഗ്മെന്റിലുള്ള ടാറ്റ മോട്ടോഴ്സിന്റെയും മാരുതി സുസുക്കിയുടെയും റിസൾട്ടാണ് പുറത്തു വന്നത്. ആദ്യം ടാറ്റ മോട്ടോഴ്സിന്റെ റിസൾട്ടിലേക്ക്. നെറ്റ് പ്രോഫിറ്റിൽ 22% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 6,435 കോടി രൂപയായിരുന്നു ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നത്. എന്നാൽ അതിലും കുറവായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് വന്നത്. റവന്യൂ ആയി കമ്പനി രേഖപ്പെടുത്തിയത് 1.13 ലക്ഷം കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 3% വർധനമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 1.17 ലക്ഷം കോടി രൂപയായിരുന്നു. അതിൽ നിന്നും ഒരു കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എബിറ്റയിൽ 15% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ Q3 ഉണ്ടായ ഈ ഇടിവിന് കാരണം ചൈനയിലെ സാമ്പത്തിക വെല്ലുവിളികളും ഇന്ത്യയിലെ ട്രക്കുകളുടെയും ബസ്സുകളുടെയും ചില്ലറ വിൽപ്പന ഡിമാൻഡ് കുറഞ്ഞതുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണുന്നത്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. അടുത്തതായി മാരുതി സുസുക്കിയിലേക്ക്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയായ മാരുതി സുസുക്കി ഇന്നലെയാണ് അവരുടെ റിസൾട്ട് പുറത്തുവിട്ടത്. ഇയർ ഓൺ ഇയറിൽ 16.22% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായിരിക്കുന്നത്. 3,700 റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 16% വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. 38,764 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എന്നാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും റവന്യൂയും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനെ മിസ് ചെയ്യുന്നതായിരുന്നു. ഇനി മറ്റൊരു വാർത്തയുള്ളത്, നെക്സ്റ്റ് ജനറേഷൻ E2E നെറ്റ്വർക്ക്, ജിയോ പ്ലാറ്റ്ഫോമുകൾ എന്നിവയാണ് GPU വിതരണം ചെയ്യുന്നതിനുള്ള. GPU എന്നത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഈ GPU വിതരണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ 10,000 കോടി രൂപയുടെ AI ദൗത്യത്തിന് ഏറ്റവും കുറഞ്ഞ ലേലത്തിൽ പങ്കെടുത്തത് ഈ കമ്പനികളാണ്. നെക്സ്റ്റ് ജനറേഷന്റെ ബിഡ് മാർക്കറ്റ് നിരക്കുകളേക്കാൾ വളരെ കുറവാണ്. ജിയോ, E2E എന്നിവ തൊട്ടു പിന്നിലുണ്ട്. GPU അധിഷ്ഠിത സർവറുകളും ഒരു വലിയ AI ഡാറ്റ പ്ലാറ്റ്ഫോമും നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അന്തിമ പ്രഖ്യാപനം വ്യാഴാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഈ വാർത്തയിൽ ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ആവാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞതുപോലെ ലോവർ ബിഡർ ആയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ ഡാറ്റാ സെന്റർ ആണ്. E2E നെറ്റ്വർക്കും ലോവസ്റ്റ് ബിഡർ ആയതുകൊണ്ട് തന്നെ അവർക്കും ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ GPU സപ്ലൈ കോൺട്രാക്ട് ലഭിക്കാൻ സാധ്യതയുള്ള ജിയോ പ്ലാറ്റ്ഫോമിനും അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ബജാജ് ഫിനാൻസ്. നെറ്റ് പ്രോഫിറ്റിൽ 18% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 4308 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 27% വർധനമുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 23% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 28% ഉയർന്നത്. നല്ല റിസൾട്ട് തന്നെയാണ് ബജാജ് ഫിനാൻസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അടുത്തത് വോൾട്ടാസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി 130.8 കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 27.6 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 18.3% വർധനവ് രേഖപ്പെടുത്തി 3105.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 594.5% വർധനവ് രേഖപ്പെടുത്തി. നല്ല റിസൾട്ട് തന്നെയായിരുന്നു വോൾട്ടാസിൽ നിന്നും പുറത്തു വന്നത്. അടുത്തത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 221.5% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 236.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 24.7% വർധനവ് രേഖപ്പെടുത്തി 1463.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 57.88% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ക്വിസ്കോർപ്പ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവ് രേഖപ്പെടുത്തി 85 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14% വർധനവും എബിറ്റയിൽ 6% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് JK പേപ്പർ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 72.4% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 65.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 236.4 കോടി രൂപ ആയിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. റവന്യൂവിൽ 2.7% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. മറ്റൊരു Q3 റിസൾട്ട് പുറത്തു വന്ന കമ്പനി റൈമണ്ട് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 74.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 72.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 40.6% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി സാംഹി ഹോട്ടൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 22.8 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 74.4 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 10.4% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ഹിറ്റാച്ചി എനർജി ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 498% വർധനമാണ് രേഖപ്പെടുത്തിയത്. 137.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 23 കോടി രൂപ മാത്രമായിരുന്നു പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. റവന്യൂവിൽ 27.2% വർധനവും കമ്പനി രേഖപ്പെടുത്തി. ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ലാർസൺ ആൻഡ് ടുബ്രോ, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, ബജാജ് ഫിൻസർവ്, ശ്രീ സിമെന്റ്, ഗെയിൽ, ബാങ്ക് ഓഫ് ബറോഡ, PB ഫിൻടെക്, ആവാസ് ഫിൻസർവേഴ്സ്, ആസ്ട്രൽ, ഭാരത് ഇലക്ട്രോണിക്സ്, ബയോകോൺ, കെയർ റേറ്റിംഗ്, കോറമൻഡൽ ഇന്റർനാഷണൽ, ഡാബർ ഇന്ത്യ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, ഡോക്ടർ ലാൽപത് ലാബ്സ്, നവീൻ ഫ്ലോറിൻ ഇന്റർനാഷണൽ, ഫോണിക്സ് മിൽസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ്, വോൾട്ട MP ട്രാൻസ്ഫോമേഴ്സ്, വാരി എനർജീസ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് വരുന്ന കമ്പനികൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, കോഫോർജ്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സൈമൺസ്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അസല്യ സൊല്യൂഷൻസ് ഇന്ത്യ തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിലേക്ക് വരാം. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസരം നമ്മൾ ഇവിടെ ഒരുക്കുകയാണ്. ഒത്തിരിയേറെ പേർക്ക് ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. അറിയാതെയാണ് പലരും ട്രേഡ് എടുത്ത് ലോസ് ഉണ്ടാക്കുന്നത്. ഓപ്ഷൻ ബൈയിങ് എന്താണ്, ഓപ്ഷൻ സെല്ലിംഗ് എന്താണ്, ഡെൽറ്റ എന്താണ്, ഗാമ എന്താണ്, ഏത് സ്ട്രൈക്കാണ് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെ ധാരാളം സംശയങ്ങൾ നമുക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്ന ബേസിക്കിന്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 4 ക്ലാസ്സുകൾ മാത്രമാണ് ഇതിലുണ്ടായിരിക്കുക. 2000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഒരു ബാച്ചിൽ 25 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ബുക്ക് ചെയ്ത് അവരവരുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 2586 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. അതായത് സെല്ലിങ്ങിൽ ഇന്നലെ ഒരു കുറവുണ്ടായിട്ടുണ്ട്. DISന്റെ ബൈയിങ്ങിലും ഒരു കുറവുണ്ടായിട്ടുണ്ട്. 1793 കോടി രൂപയ്ക്കാണ് ഇന്നലെ DIS ബൈ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ US നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം റേറ്റുകളിൽ മാറ്റം വരുത്താത്തതിനെ തുടർന്ന് ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്.
ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.04% ഇടിവിലാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,146 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ബുധനാഴ്ച ഓയിൽ പ്രൈസുകൾ സ്റ്റോക്ക് പൈലിൽ വർധനവ് വന്നതോടെ ഇന്നലെ ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇന്നലെ 1% മുകളിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. US ക്രൂഡ് ഫ്യൂച്ചേഴ്സ് 1.15% ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.71 പെർ ബാരൽ എന്ന നിലയിൽ 0.22% ഇടിവിലാണ്. WTI ഉള്ളത് $72.81 പെർ ബാരൽ എന്ന നിലയിൽ 0.23% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 23,000 മുകളിലായി ക്ലോസ് ചെയ്തു. 23,163 205 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഓവറോൾ വീക്ക്നെസ്സിൽ ചെറിയ കുറവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അപ്സൈഡിലേക്ക് വന്നാൽ 20 ഡേ EMA ഉള്ളത് 23,310 ലെവലിലാണ്. ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവൽ അത് തന്നെയാണ്. ഈ ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെങ്ത് ലഭിച്ചു എന്ന് തന്നെ വിലയിരുത്താം. അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സോൺ ആരംഭിക്കുന്നത് 23,205 ആ ഒരു സോണിലേക്ക് കയറി കഴിഞ്ഞാൽ നിഫ്റ്റി ആ ഒരു റേഞ്ചിലായിരിക്കും ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതിന് ശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 23,350 മുതൽ 23,400 വരെയുള്ള ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇന്നലെ ഒരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ് ഉണ്ടായത്. എന്നാൽ ആവറേജ് വോളിയത്തേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയമാണ് ഉണ്ടായത് എന്നത് ചെറിയ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 23,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 22,000 സ്ട്രൈക്കും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,150 190% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. 93% വർധനവ് മാത്രമാണ് കോൾ സൈഡിൽ കാണുന്നത്. ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. 23,100 സ്ട്രൈക്കിൽ 112% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. വെറും 9% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 23,200 സ്ട്രൈക്കിൽ 32% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 13% ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് ആണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 49,165 299 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 10 ഡേ EMAക്ക് മുകളിലായിട്ടാണ് ഇന്നലെയും ക്ലോസ് ചെയ്തത്. പോസിറ്റിവിറ്റി തന്നെയാണ്. കൂടാതെ 49,000 മുകളിലായി ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഇനി ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് ഡെയിലി ചാർട്ടിൽ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു W പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ 49,650 എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബുള്ളിഷ് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇന്നലത്തെ ഡെയിലി ചാർട്ടും ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലത്തെ ഡെയിലി ചാർട്ടിൽ ഫോമായ ക്യാൻഡിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ബുള്ളിഷ്നെസ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ലോവർ ഷാഡോ സൂചിപ്പിക്കുന്നത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് എന്ന് തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 46,000 അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 47,000 സ്ട്രൈക്കിലും. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക്. വീണ്ടും ഇന്ത്യ വിക്സ് ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. 18.56 1.99% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഉയരുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയവും കൂടുന്നുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ ബെനിഫിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണിത്. ഉയർന്ന ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത് ഒരു അൺസർട്ടൈനിറ്റിയും ഫിയറും ഒക്കെയാണ്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരു വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തത് OI Pulse എന്ന സൈറ്റിൽ നിന്നാണ്. ഇനി ആർക്കെങ്കിലും ഈ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ OI പൾസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.